ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ തിയറി പാർട്ടൊക്കെ കഴിഞ്ഞു. ഇനി പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. പ്രോബ്ലം ഇങ്ങനെയാണ്: എ സാമ്പിൾ ഓഫ് 900 items is taken from a population with standard deviation 15. The mean of the sample is 25. Test whether the sample has come from a population with mean 26.8. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മളിതെങ്ങനെ സെഡ് ടെസ്റ്റ് ആണ് ടി ടെസ്റ്റ് ആണെന്ന് നോക്കുക. ആദ്യം നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് നോക്കുക. സാമ്പിൾ എടുത്തിരിക്കുന്ന എത്ര ഐറ്റംസ് ആണെന്ന് നോക്കുക. അപ്പോൾ ഇത് ഇവിടെ 900 ഐറ്റംസ് ഉണ്ട്. 900 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാം 30 എബവ് ഉള്ളതാണ് എന്ത് ലാർജ് സാമ്പിൾ. അപ്പോൾ ഇത് ലാർജ് സാമ്പിൾ ആയി കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി. ലാർജ് സാമ്പിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണ് വരിക? അത് സെഡ് ടെസ്റ്റ് ആയിരിക്കണം അല്ലേ. പിന്നെ മറ്റൊന്ന് സെഡ് ടെസ്റ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? നമ്മൾ ഇവിടെ മീനിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കണ്ടോ, ഇവിടെ സാമ്പിളിൻ്റെ മീൻ തന്നിക്കുന്നത്, പോപ്പുലേഷൻ്റെ മീൻ തന്നിക്കുന്നത്. അപ്പോഴും നമ്മൾ എന്ത് മനസ്സിലാക്കണം? സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും. ഓക്കെ, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഏതിലും മാത്രമേ ഉള്ളൂ? സെഡ് ടെസ്റ്റിലും ടി ടെസ്റ്റിലും മാത്രമേ ഉള്ളൂ. ഓക്കെ, എഫ് ടെസ്റ്റിൽ എങ്ങനെയാണ് വരുന്നത്? 2ൽ കൂടുതൽ സാമ്പിൾ മീനോ പോപ്പുലേഷൻ മീനോ വരുമ്പോഴാണ് എഫ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തരുമ്പോൾ തന്നെയാണ്. പക്ഷേ എപ്പോഴാണ് പ്രശ്നം? അവിടെ സാമ്പിളിൻ്റെ സൈസാണ് പ്രശ്നം. അപ്പോൾ സാമ്പിളിൻ്റെ സൈസ് 30ൽ കൂടുമ്പോൾ അത് സെഡ് ടെസ്റ്റ് ആവും. 30ൽ കുറഞ്ഞാൽ അതെന്താവും? ടി ടെസ്റ്റ് ആവും. എഫ് ടെസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും 2ൽ കൂടുതൽ വരുന്നത്. ഇവിടെ അപ്പോൾ ആകെ ഒന്നും സാമ്പിൾ മീനും തന്നിരിക്കുന്നു, പോപ്പുലേഷൻ മീനും ആകെ 2 ആകെ തന്നിട്ടുള്ളൂ, സാമ്പിൾ മീനും പോപ്പുലേഷൻ. ഇനി നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവിടെ ആരൊക്കെ എന്തൊക്കെ തന്നെന്ന് വെച്ചാൽ സൈഡിൽ അവിടെ എഴുതി വെക്കുക കേട്ടോ. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് 900 ഐറ്റംസ് എന്ന് പറയുമ്പോൾ n = 900. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിത്ത് 15. അതായത് സാമ്പിൾ ഓഫ് 900 items is taken from a population with സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആരുടേതാണ്? പോപ്പുലേഷൻ്റെത് അല്ലേ. അപ്പം സിഗ്മയാണ് ഇവിടെ തന്നിരിക്കുന്നത് 15. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ അല്ലേ. പിന്നെ മീൻ ഓഫ് സാമ്പിൾ ഇസ് 25. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും പോപ്പുലേഷൻ പാരാമീറ്ററും എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുമ്പോൾ സാമ്പിൾ മീനും അതുപോലെ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ മീനുമാണ്. അപ്പോൾ ആ മീനിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് x ആയിട്ടും പോപ്പുലേഷൻ മീനിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മ്യൂ ആയിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ സാമ്പിൾ മീൻ ഓഫ് സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? x bar = 25. പിന്നെ test whether the sample has come from a population with mean 26.8. അതായത് പോപ്പുലേഷൻ മീൻ ആണ്, ദറ്റ് ഇസ് 26.8. ഓക്കെ, പോപ്പുലേഷൻ മീൻ അപ്പോൾ വേറെ ഒന്ന് തന്നിട്ടുണ്ട്, സാമ്പിൾ മീൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി there is no significant difference between സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അതിനെ പറ്റിയിട്ടാണ് ചോദിച്ചതെന്ന് മനസ്സിലായി അല്ലേ. ടെസ്റ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് സെറ്റ് ചെയ്യും? H0 സെറ്റ് ചെയ്യും. there is no significant difference അല്ലേ. H0 ആണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് കേട്ടോ. ഞങ്ങൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു. H0 such that there is no significant difference between sample mean and population mean. രണ്ടാമത് ഇതെങ്ങനെ റിജക്റ്റ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ആര് വേണം ആക്സെപ്റ്റ് ചെയ്യാൻ? അതിന് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. അതാണ് H1. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക? ഇവിടെ there is no significant difference എന്നാണെങ്കിൽ നമ്മൾ അവിടെ there is significant difference എഴുതും അല്ലേ. there is significant difference ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ് ഡിഫറൻസ് ഉള്ളത് എന്ന് പറയുന്നത്? പോപ്പുലേഷൻ മീനും അതുപോലെ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ 5 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് ഹൈപ്പോത്തസിസ്. അത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു?
സെറ്റിംഗ് അപ്പ് ഓഫ് ആൽഫ അല്ലേ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആൽഫ ഏത് സെറ്റ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് 95% ഉറപ്പാണ് എന്നുള്ള രീതിയിൽ എടുക്കണം. ഓക്കെ, അതായത് ആൽഫ ദാറ്റ് ഇസ് ഈക്വൽ ടു 5%. 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5%, 5/100.05 അല്ലേ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആൽഫയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്, സെക്കൻഡ് സ്റ്റെപ്പ് ഇത്, സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസിങ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് അറിയാം, അതുകൊണ്ട് തന്നെ സെഡ് ടെസ്റ്റ് ആണെന്ന് അറിയാം. അതല്ലാതെ ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് സെഡ് ടെസ്റ്റ് ആണെന്ന് കണ്ടെത്തുന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സൈസ് നോക്കിയപ്പം 30നെക്കാട് കൂടുതൽ, അപ്പോൾ സാമ്പിൾ കൂടുതലാണെങ്കിൽ സെഡ് ടെസ്റ്റ്. ഓക്കെ ശരി. പിന്നെ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ളതാണെങ്കിൽ ആകെ 2 ചോയ്സേ ഉള്ളൂ, സെഡോ ടിയോ ആണ്. ഇവിടെ സാമ്പിളിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് സെഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ സെഡ് ടെസ്റ്റ് ചൂസ് ചെയ്തു. സ്റ്റെപ്പ് 3 സെഡ് ടെസ്റ്റ്. സെഡിൻ്റെ ഫോമുലയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതുന്നത്. സെഡിൻ്റെ ഫോമുല ഞാൻ പറഞ്ഞു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് സി, വേർ എസ് സി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ √n. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതെടുത്തത്? സെഡ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോമുലയിൽ ഇട്ടിട്ട് കൊടുക്കുക. അതാണ് പ്രൊസീജിയറാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കമ്പ്യൂട്ട് ചെയ്യാം. അതായത് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ എത്രയാണ്? 25 മൈനസ് മ്യൂ എത്രയാണ്? 26.8 ബൈ എസ് സി. എന്താ എസ് സി എന്ന് പറയുന്നത്? ആദ്യം ഇവിടെ കണ്ടുപിടിക്കുക അല്ലേ നമുക്ക്. എസ് സി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ √n. 15. സിഗ്മ എന്ന് പറയുന്നത് 15 ആണ്, √n എന്ന് പറയുന്നത് 900 ആണ്. അപ്പം 15 ബൈ √900 എത്രയാണ്? 30 അല്ലേ. അപ്പോൾ 15/30 എന്ന് പറഞ്ഞാൽ 1/2, ദാറ്റ് ഈസ് 0.5. അപ്പോൾ 15/30 1/2 ആണ്, 0.5 ആണെന്ന് പറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ 0.5 ആണ് കിട്ടി. അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അതായത് 25 മൈനസ് 26.8 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? -1.8 ബൈ 0.5 അല്ലേ. ഓക്കെ, ഈ -1.8 ബൈ 0.5 എത്രയാണെന്ന് നോക്കാം. അത് കാൽക്കുലേറ്ററിൽ വെക്കുക, ചെയ്യാം. 3.6. ഓക്കെ, -3.6. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ നെഗറ്റീവിൽ വരുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നിങ്ങൾ അങ്ങ് ഒഴിവാക്കിക്കോളൂ. ഓക്കെ, നെഗറ്റീവ് കൺഫ്യൂഷൻ വരുന്നവർ വേഗം നെഗറ്റീവ് അങ്ങ് ഒഴിവാക്കുക. കാരണം നമ്മളെ ഫോമുലയിൽ ഡിഫറൻസ് ബൈ സ്റ്റാൻഡേർഡ് എറർ മാത്രം മതി. ഓക്കെ, സ്പെസിഫിക് ആകുമ്പോഴാണ് ഈ ഫോമുലയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഓക്കെ, ജസ്റ്റ് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കണ്ട. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുതരാം, മറ്റേതും പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പായ ഇതും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് 3.6 എന്നും എടുക്കാം കേട്ടോ. ഓക്കെ, ഞാനിതിനെ മോഡുലസ് ആക്കിയിട്ട് എടുത്തിട്ട് 3.6 എന്നുള്ള രീതിയിൽ എടുക്കുന്നു, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. മോഡുലസ് എടുക്കുന്നു, മോഡുലസ് എടുത്തിട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ സ്റ്റെപ്പ് 4 കഴിഞ്ഞു. സ്റ്റെപ്പ് 5 നോക്കാം. സ്റ്റെപ്പ് 5 എന്തായിരുന്നു? ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ എടുക്കാൻ പോവാണ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്പിൽ എങ്ങനെയാണ് വരുന്നത്? ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് എടുക്കേണ്ടത്? നമ്മൾ ഇത് സെഡ് ടെസ്റ്റ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ എന്താ? നോർമൽ കർവ് വരയ്ക്കണം. അപ്പോൾ നോർമൽ കർവ് വരച്ചേക്കാം. ഓക്കെ, നോർമൽ കർവിൻ്റെ നടുവിൽ എന്താ വരിക? സെഡ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. സെഡിൻ്റെ 0 വരുന്നത്, നടുവിൽ 0 വരുന്നത്. ഇനി സെഡിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് ഇതിൻ്റെ റെസ്ട്രിക്ഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സെഡ് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ്? 0.05 ആണ് സെഡ് ടേബിൾ വാല്യൂവിൽ നമ്മൾ നോക്കേണ്ടത്. ടി ടേബിളിൻ്റെ ലാസ്റ്റ് ലൈൻ നോക്കുക, അതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ സെഡ് ടേബിളിൻ്റെ വാല്യൂസ് വരുന്നത്. ഓക്കെ, അതായത് ലാസ്റ്റ് ലൈൻ ടി ടേബിളിലെ ലാസ്റ്റ് നമുക്ക് 0.05 ഉണ്ടാവും. അതിൽ നോക്കുക, അതിൽ 0.05ൻ്റെ ലാസ്റ്റിൽ കാണാം 1.96. അതാണ് നമുക്ക് എടുക്കേണ്ട സെഡ് ടേബിൾ വാല്യൂ. ഓക്കെ, അപ്പോൾ സെഡ് ടേബിൾ വാല്യൂ എന്താണ്? സെഡ് ടേബിൾ വാല്യൂ 1.96 ആണെന്ന് മനസ്സിലാവും. ഓക്കെ, 1.96 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് എടുക്കേണ്ടത്?
z ഈക്വൽ ടു 0 ആണ് ഇവിടെ. അപ്പോൾ 1.96 എന്ന് പറയുമ്പോൾ അത് 0ൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് വരിക. 0ൻ്റെ റൈറ്റ് സൈഡിലോട്ടിലാണ് z ഇസ് ഈക്വൽ ടു 1.96 എന്ന് വരുന്നത്. അത് നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന z വാല്യൂ എന്താണ്? 3.6. z ഇസ് ഈക്വൽ ടു 3.6 എവിടെ വരും? എന്തായാലും 1.96 കഴിഞ്ഞിട്ടേ z ഇസ് ഈക്വൽ ടു 3.6 വരുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയായിരിക്കും നമ്മുടെ സെറ്റിൻ്റെ വാല്യൂ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് റിജക്ഷൻ റീജിയനിലല്ലേ വരുന്നത്. സെഡിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ റിജക്ഷൻ റീജിയനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൈപ്പോത്തസിസ് ഷുഡ് ബി റിജക്റ്റഡ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റിജക്ഷൻ റീജിയനിൽ വന്നതുകൊണ്ട് നമുക്ക് പറയാം റിജക്റ്റ് H0. ഓക്കെ, എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യേണ്ടി വന്നത്? വെൻ z വാല്യൂ is greater than z table value. Okay, z value എന്താണ്? 3.6. z table value എത്രയാണ്? 0.96. അപ്പോൾ z value എന്ന് പറയുന്നത് 3.6 ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.96 ആണ്. അങ്ങനെയാണെങ്കിൽ റിജക്റ്റ് H0 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ റിജക്റ്റ് H0 നമ്മൾ ചെയ്തു. അതായത് നമ്മൾ എടുത്ത നൾ ഹൈപ്പോത്തസിസ് ഷുഡ് ബി റിജക്റ്റഡ് എന്ന് വന്നു അല്ലേ? റിജക്റ്റ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ആരെ ആക്സെപ്റ്റ് ചെയ്യണം? ഒരാളെ റിജക്റ്റ് ചെയ്തതിൻ്റെ വേറൊരാളെ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആരെ ആക്സെപ്റ്റ് ചെയ്യും? ആക്സെപ്റ്റ് H1. ആക്സെപ്റ്റ് H1 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? There is significant difference between sample mean and population mean. അതായത് ഡിഫറൻസ് ഇസ് സിഗ്നിഫിക്കൻറ്റ്. പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും തമ്മിലുള്ള ഡിഫറൻസ് എത്രയും 25ഉം 26.8ഉം അത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ വലുതാണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ചോദിച്ച ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എഴുതാം. ടെസ്റ്റ് വെദർ ദ സാമ്പിൾ ഹാസ് കം ഫ്രം എ പോപ്പുലേഷൻ വിത്ത് മീൻ 26.8. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? there is significant difference എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? we can conclude that this sample does not come from the population with mean 26.8. അപ്പോൾ നമ്മൾ അവിടെ എഴുതി വെക്കുക accept H1, the difference is significant അതിനോടൊപ്പം തന്നെ എന്ത് പറയാം? we can conclude that the sample has not come from the population with mean 26.8. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക്